ഹായ് ചങ്ങാതിമാരെ, നമ്മൾ ഇന്നത്തെ യാത്ര ശ്രീരംഗപട്ടണത്തിലേക്കാണ്. ടിപ്പു സുൽത്താന്റെ ഖബറിടം സന്ദർശിക്കാൻ വേണ്ടിയാണ്. 18ാം ശതാബ്ദത്തിന്റെ മധ്യഭാഗം ഇന്ത്യയിൽ സന്ദിഗ്ധകളുടെ കാലമായിരുന്നു. ഉൾക്കർച്ചശേഷിയുള്ള ഒരാൾക്ക് പെട്ടെന്ന് അധികാരത്തിൽ ഉന്നതങ്ങളിലെത്താൻ അത് അവസരങ്ങൾ നൽകി. ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്താണ് ഹൈദരലിയും ടിപ്പുവും രംഗപ്രവേശം ചെയ്തത്. മൈസൂർ എന്ന ചെറിയ രാജ്യത്തെ ഉയർത്തി ചുറ്റുമുള്ള ലോകവുമായി സമ്പർക്കം പുലർത്തുന്നതിനും അതിനെ ഒരു എണ്ണപ്പെട്ട ശക്തിയാക്കി മാറ്റിയതിനും അവരുടെ നേതൃത്വത്തിന് കഴിഞ്ഞു. കൂടാതെ വിദേശ ശക്തികൾക്കെതിരെ പൊരുതുന്നതിന് വേണ്ടി സർവവും ത്യജിക്കാനും സർവസന്നദ്ധനായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിക്കൊണ്ടാണ് അവരുടെ ഭരണകാലം ആരംഭിച്ചതും അവസാനിച്ചതും. 1760 ഹൈദർ ഇംഗ്ലീഷുകാർക്കെതിരെ യുദ്ധം ആരംഭിച്ചതു മുതൽ 1799 വെല്ലസി ടിപ്പുവിനെ നശിപ്പിച്ചതുവരെയുള്ള കാലം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കേന്ദ്ര സ്ഥാനമായിരുന്നു ഈ മൈസൂർ. ആ മൈസൂറിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അതുപോലെ ടിപ്പു സുൽത്താന്റെ കബറിടവും അതിന്റെ ചുറ്റുവട്ടവും എല്ലാം കാണാം. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കൂടിയാണ്. ധാരാളം ചരിത്ര ശേഷിപ്പുകൾ അടങ്ങിയ ഒരു സ്ഥലം കൂടിയാണ്. നമ്മൾ ജീവിതത്തിൽ നിന്ന് കണ്ടിരിക്കേണ്ട ഒരു ആവശ്യമാണ്. ഈ ഖബറൊക്കെ ടിപ്പുവിന്റെ ഫാമിലിപ്പെട്ടവരുടെയാണ്. മക്കളായിട്ടും മരുമക്കളായിട്ടും ഭാര്യ, അങ്ങനെ ആ കാലത്ത് ഉള്ളവരുടെ ഖബർസ്ഥാനാണ് ചുറ്റുവട്ടവും. അതുപോലെ അതിന്റെ ചേർന്നൊരു മസ്ജിദും ഉണ്ട്. ആ പള്ളിയിൽ ഉച്ച സമയം നല്ല വെയിലാണ്, അതാണ് ഈ ചുറ്റുവട്ടം കാണിക്കാത്തത്. ഏകദേശം ധാരാളം ചരിത്ര ശേഷിപ്പുകളുള്ള ഒരു സ്ഥലം കൂടിയാണ്. ധാരാളം സഞ്ചാരികൾ വരുന്നുണ്ട്. ചില സീസണുകളൊക്കെ കൂടുതൽ വരുന്നുണ്ട്. അതിന്റെ ചുറ്റുവട്ട പ്രദേശമൊക്കെ നല്ല ഭംഗിയാണ്. ഇത് കാണുന്നതാണ് ഖബർസ്ഥാനം. ടിപ്പുവിന്റെയും അതുപോലെ പിതാവിന്റെയും മാതാവിന്റെയും ഖബറിടം ഉള്ളിലും. ചുറ്റുവട്ടുള്ള മറ്റുള്ളവരൊക്കെ മക്കളും പേരന്മാർ ആ രീതിയിലാണ്. അതാണ് കയറി വരുന്ന വഴി. നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോൾ ചെരുപ്പ് ഊരി വെച്ചതിന് ശേഷമാണ് ഇതിൻ്റെ അകത്തോട്ട് പ്രവേശനം ഉള്ളത്. ചൊട്ട് ചേർന്നൊരു പള്ളിയുമുണ്ട്. ആ പള്ളിയുടെ തൊട്ട് പുറകിലായിട്ട് ഒളിവെടുക്കാനും കൈകാല് കഴുകാനുള്ള സൗകര്യമെല്ലാം ഉണ്ട്. ധാരാളം പേര് വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. ശ്രീരംഗപട്ടണമാണ് മൈസൂറിന്റെ. ആ ടിപ്പു സുൽത്താന്റെ ഖബറിടം എല്ലാം കാണാൻ വേണ്ടിയാണ് എത്തിയിരിക്കുന്നത്. അതുപോലെ തൊട്ട് നല്ല മനോരമ മൈതാനമുണ്ട്. ഇതാ ഞാനങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി മസ്ജിദ് അഖ്സ എന്ന പേരുള്ള ഒരു പള്ളിയാണ്. ആ പള്ളിയിലേക്ക് കടക്കുകയാണ്. ഇനി പള്ളിയുടെ ഉൾവശം എല്ലാം കാണാം. അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോ